എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 22 നടത്തിയ നെറ്റ് എക്സാമിൻ്റെ ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ICTയിലെ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. First question, ChatGPT is an AI chatbot developed by OpenAI and was launched in November 2022. What does ChatGPT stand for? അതായത് ChatGPT എന്ന് പറയുന്ന ഒരു AI ചാറ്റ്ബോട്ടാണ്. അത് ഡെവലപ്പ് ചെയ്ത് OpenAI ആണ്. അത് ലോഞ്ച് ചെയ്ത് 2022 നവംബറിലാണ്. ഈ ChatGPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്മിഷൻ, ചാറ്റ് ജനറൽ പ്രീ ട്രെയിൻഡ് ടെക്നോളജി, ചാറ്റ് ജനറലൈസ്ഡ് പ്രീ ട്രെയിൻഡ് ടെക്നിക്, ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് ChatGPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നതാണ്. ChatGPT എന്ന് പറഞ്ഞാൽ ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ ആണ്. ഇതൊരു AI ചാറ്റ്ബോട്ടാണ്. ഡെവലപ്പ് ചെയ്ത OpenAI ആണ്. നമ്മൾ കോൺട്രവേഴ്ഷ്യൽ ഇൻട്രാക്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് ഇത് ജനറേറ്റഡ് ടെക്സ്റ്റിലോ, അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിയുമ്പോൾ അതിന് ആൻസറായിട്ട് പറയില്ല, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതിന് ഈ വേർഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയെടുക്കാനും അതുപോലെ തന്നെ വേർഡ്സ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവൊക്കെയുണ്ട്. അതായത് ഇതുവഴി നമുക്ക് ലോങ് ടൈം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളെ ഇതിനെ പല കാര്യങ്ങളിലും അസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പല ടാസ്കുകൾ, അതായത് റൈറ്റിങ്ങിൽ, കോഡിങ്ങിൽ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ തരാൻ, ഇതിലൊക്കെ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ChatGPT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MS Excel എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. കൺസിഡർ ദ ഫോളോയിങ് സ്നാപ്ഷോട്ട് ഓഫ് MS Excel വർക്ക്ഷീറ്റ്. അതെ, നമുക്ക് ഒരു MS Excelൻ്റെ ഒരു വർക്ക്ഷീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ സെൽ C1 കണ്ടെയ്നിങ് ദ ഫോർമുല ഈസ് ഈക്വൽ ടു സം ഇഫ് A:A6 ഗ്രേറ്റർ ദാൻ 100, B:B6 ഇൻ ദ എബവ് വർക്ക്ഷീറ്റ് 90, 390, 50, 420. അതായത് ഇവിടെ നമുക്ക് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ 7 വരെ നമ്പർ തന്നിട്ടുണ്ട്. പിന്നെ A എന്ന് പറഞ്ഞൊരു കോളം തന്നിട്ടുണ്ട്. ആ കോളത്തിൽ ഒരു 6 നമ്പേഴ്സും ഉണ്ട്. B എന്ന് പറഞ്ഞൊരു കോളത്തിലും ഒരു 6 നമ്പേഴ്സും ഉണ്ട്. C1 ആണ് ഇതിൻ്റെ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ A1 90, A2 60, A3 150, A4 30, A5 50, A6 130, B1 70, B2 170, B3 20, B4 110, B5 40, B6 30. ഇതൊക്കെയാണ് നമ്മുടെ നമ്പേഴ്സ് ഇവിടെ തന്നിരിക്കുന്നത്. ഞാൻ കോളത്തിൻ്റെ പേര് വെച്ചിട്ടാട്ടോ നമ്പർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ C1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ C1 നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഇഫ്, അത് നമ്മൾ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. A1 ഈസ് ടു A6 ഗ്രേറ്റർ ദാൻ 100, B1 ഈസ് ടു B6. അതായത് A1 ഈസ് ടു A6 വരെയുള്ള ആ ഒരു നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ നമ്പേഴ്സിൽ ഗ്രേറ്റർ ദാൻ 100 ഉള്ള നമ്പേഴ്സ് എടുക്കുക. A1 ഈസ് ടു A6 ഗ്രേറ്റർ ദാൻ 100 വരെ വരുന്നത് 2 കോളത്തിലാണ്. അതായത് A3ലും A6ലുമാണ് വരുന്നത്. അതായത് 150, 130 നമുക്ക് വരുന്നത്. ഇനി അതിൻ്റെ അകത്ത് B1ഉം B6ഉം കൂട്ടാനാണ്. അതായത് ഈ A എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ 100ൽ കൂടുതൽ വരുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ നമ്പേഴ്സിന് നേരെയുള്ള ബിയിലെ കോളത്തിലെ നമ്പേഴ്സ് എടുത്ത് കൂട്ടുക എന്നുള്ളതാണ്. അതായത് A എന്ന് പറയണ കോളത്തിൽ 100 എന്ന സംഖ്യേനേക്കാൾ കൂടുതൽ വരുന്ന സംഖ്യയുടെ നേരെ ബിയുടെ കോളത്തിൽ കാണുമല്ലോ, ആ കോളത്തിലുള്ള, അതായത് ബിയുടെ കോളത്തിലുള്ള നമ്പേഴ്സാണ് നമ്മൾ കൂട്ടേണ്ടത്. അപ്പോൾ ആ കൂട്ടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, A എന്ന് പറയുന്ന കോളത്തിൽ 100ൽ കൂടുതൽ വരുന്നതായിരിക്കണം. അതിനോട് ഈക്വൽ ആയിട്ടുള്ള B എന്ന് പറഞ്ഞ കോളത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ A3 150ഉം A6 130 ആണ്. ഇത് രണ്ടുമാണ് 100ൽ കൂടുതലുള്ളത്. അപ്പോൾ അതിന് ഈക്വൽ ആയിട്ട് വരുന്നത് B3യും B6ഉം ആണ്. അതായത് 20യും 30യും ആണ് വരുന്നത്. 20 + 30 = 50. ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. 1 മുതൽ A6 വരെയുള്ള കോളത്തിൽ ഗ്രേറ്റർ ദാൻ 60 ഉള്ള എടുക്കുക. അതിന് ഈക്വൽ ആയിട്ട് B1 തൊട്ട് B6 വരുന്ന നമ്പേഴ്സ് എടുത്തിട്ട് അത് തമ്മിൽ കൂട്ടുക. അത്രേ ഉള്ളൂ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 30 + 20 = 50. ഓപ്ഷൻ 3 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് L represents a number L in base M number system, then identify the correct descending order of the following A to D when
കൺവേർട്ടഡ് ടു ബേസ് 10 നമ്പർ സിസ്റ്റം. അതായത് ഇവിടെ കുറച്ച് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ബേസ് 60 ഉണ്ട്, ബേസ് 8 ഉണ്ട്, 7 ഉണ്ട്, ബൈനറി നമ്പർ എല്ലാം ഉണ്ട്. ഇതിന് നമ്മൾ ബേസ് 10 എന്ന് പറഞ്ഞാൽ സാധാ ഡെസിമൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ, അതായത് വലുത് മുതൽ ചെറുത് വരെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 9C60 2338 അത് 8 ബേസിലാണ്. 313 7 ബേസിൽ 100111110 2 ബേസ് 2യിലാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം 9C16 അതായത് 60 ബേസിലുള്ളതിനെ നമുക്ക് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 9C അപ്പോൾ നമുക്ക് ഡെസിമൽ 9നോട് ഈക്വൽ ആയിട്ടുള്ള 9 തന്നെയാണ്. ഇനി സിക്ക് ഈക്വൽ ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? എക്ക് ഈക്വൽ ആയിട്ട് 10, ബിക്ക് ഈക്വൽ ആയിട്ട് 11, സിക്ക് ഈക്വൽ ആയിട്ട് 12. ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യാം. 9 × 60⁻1 + 12 × 60⁻0 is equal to 144 + 12 is equal to 156 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്പർ വരുന്ന ബേസ് 8ലുള്ളതാണ്. 233 നമുക്ക് തന്നിരിക്കുന്നത്. സോ 2 × 8⁻2 + 3 × 8⁻1 + 3 × 8⁻0 is equal to 128 + 24 + 3 is equal to 155 എന്ന് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്പർ ബേസ് 7 313 അപ്പോൾ 3 × 7⁻2 + 1 × 7⁻1 + 3 × 7⁻0 is equal to 147 + 7 + 3 is equal to 157 എന്ന് കിട്ടും. ലാസ്റ്റത്തെ ബൈനറി നമ്പറാണ് 100111110 എന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ഈ നമ്പർ അതുപോലെ തന്നെ എഴുതുന്നു. അതിനുശേഷം നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് അതിൻ്റെ താഴെയുള്ള നമ്പേഴ്സ് കൊടുക്കുന്നത്. 0യുടെ താഴെ 1 കൊടുത്തു, പിന്നെയുള്ള നമ്പർ 2, പിന്നെ 4, 8, 60, 32, 64, 128 ഇൻറ്റു അതിൻ്റെ ആ ഇരട്ടി കണ്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. 128 ആണ് ലാസ്റ്റ് വരുന്ന നമ്പർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 1ൻ്റെ താഴെയുള്ള നമ്പേഴ്സുകളെല്ലാം കൂട്ടുക. അതായത് 128 + 16 + 8 + 4 + 2 is equal to 158 എന്ന് കിട്ടി. നമുക്ക് ഈ 4 നമ്പേഴ്സിൻ്റെയും ഡെസിമൽ നമ്പർ, അതായത് നമ്മുടെ സാധാ നമ്പർ നമുക്ക് കിട്ടി. ബേസ് ചെയ്യുന്ന സാധാ നമ്പർ കിട്ടി. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഡിസെൻഡിങ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? വലുത് മുതൽ ചെറുത് വരെ എന്നുള്ളതാണ്. ഇവിടെ 158 വന്ന ഡി ആണ് ഏറ്റവും വലിയ നമ്പർ. അതിനുശേഷം 157 വന്നത്. അതിനുശേഷം 156, പിന്നെ ലാസ്റ്റ് 155. അപ്പം നമുക്ക് DCAB എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷനിൽ അത് വരുന്നത് ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ? അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ യൂസർ ഡസ് നോട്ട് ഹൗ ടു ഇൻസ്റ്റാൾ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഓൺ ദ കമ്പ്യൂട്ടർ. ദ യൂസർ ഡസ് നോട്ട് ഹൗ ടു അലോക്കേറ്റ് സ്പേസ് ടു ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ ഇൻ ദ ഹാർഡ് ഡിസ്ക്. സ്റ്റോറേജ് സ്പേസ് ടു സേവ് ദ ഡോക്യുമെൻറ്റ് ഈസ് പ്രൊവൈഡ് ബൈ ദ ക്ലൗഡ് പ്രൊവൈഡർ. ദ യൂസർ ക്യാൻ ഓപ്പൺ ഓർ എഡിറ്റ് ദ ഡോക്യുമെൻറ്റ് ഫ്രം എനി കമ്പ്യൂട്ടർ വിച്ച് ഹാസ് ഇൻ്റർനെറ്റ് facility. If the user has slow internet connection, then he or she would not face any problem accessing or downloading his or her documents. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് നമുക്ക് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് ഹാർഡ് ഡിസ്കിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്റ്റോറേജ് സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ് പ്രൊവൈഡറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ ഡോക്യുമെൻറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ട്, ഏതൊരു കമ്പ്യൂട്ടറിൽ നിന്ന് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലൗഡ് ബേസ്ഡ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ യൂസേഴ്സിന് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓൺലൈനുള്ള മറ്റ് ഡോക്യുമെൻറ്റ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അക്സസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഏത് ഡിവൈസിൽ നിന്നും ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് റിയൽ ടൈം കൊളാബറേഷനും അവിടെ നടക്കുന്നുണ്ട്. ഗൂഗിൾ ഡോക്സ്, WPS ഓഫീസ്, സോഹോ റൈറ്റർ ഇതെല്ലാം ഈ ഒരു ക്ലൗഡ് ബേസ്ഡ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. ഇതിൻ്റെ മറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അക്സസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ റിയൽ ടൈം കൊളാബറേഷൻ, അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സിന് സെയിം ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ വേർഷൻ ഹിസ്റ്ററി കിട്ടും. സ്റ്റോറേജ് ആൻഡ് സിങ്ക്രണൈസേഷനാണ്, അതായത് ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്ന ക്ലൗഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആക്സസ് ആണ്. അതുപോലെ തന്നെ ഏത് ഡിവൈസുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യാനായിട്ടും പറ്റും.
ഇമെയിൽ, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടൂൾസ്, സ്റ്റോറേജ് പ്ലാറ്റ്ഫോം എന്നിവയൊക്കെയായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഇനിഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ലിസ്റ്റ് 2 ഡിസ്ക്രിപ്ഷനും. ജിയാൻ, ഇംപ്രിന്റ് ടു, ഡിജി ലോക്കർ, സ്വയം എന്നിവയാണ് തന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഓഫ് റിസർച്ച് നോളജ് ഇൻ ടു വെയബിൾ ടെക്നോളജി, അച്ചീവ് 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ പോളിസി, നെയിമിലി ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി, ടാപ്പ് ദ ടാലൻറ്റ് pool of scientists and entrepreneurs internationally, issuance and verification of documents and certificates in a digital way. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അത് ജിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് ദ ടാലൻറ്റ് പൂൾ ഓഫ് സയൻറ്റിസ്റ്റ് ആൻഡ് എൻ്റർപ്രണേഴ്സ് ഇൻ്റർനാഷണലി, ഇംപ്രിന്റ് 2 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ഓഫ് റിസർച്ച് നോളജ് ഇൻ ടു വയബിൾ ടെക്നോളജി, ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ ഇഷ്യൂവൻസ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഇൻ എ ഡിജിറ്റൽ വേ, സ്വയം എന്ന് പറഞ്ഞാൽ അച്ചീവ് 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് എഡ്യൂക്കേഷൻ പോളിസി, നെയിമിലി ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. ജിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യയുടെ അക്കാഡമിക് റിസോഴ്സസും സയൻറ്റിഫിക് കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സയൻറ്റിസ്റ്റിനെയും എൻ്റർപ്രണേഴ്സിനെയും ഇതിലോട്ട് എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളത്. അങ്ങനെ ഇന്ത്യയുടെ ആ ഒരു അക്കാഡമിക് റിസോഴ്സസൊക്കെ വളർത്തുക എന്നുള്ളതാണ്. അത് ഇത്രയേ ഉള്ളൂ. ഈ ജിയാൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേരിയസ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ഉണ്ടല്ലോ, ഫോറിൻ ഫാക്കൾട്ടീസിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് ഷോർട്ടായിട്ടുള്ള അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇംപ്രിന്റ് 2 എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും കൂടെ ഒരു ജോയിൻറ്റ് പ്രോഗ്രാമാണ്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് റിസർച്ച് നോളജിനെ വയബിൾ ടെക്നോളജിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മേജറായിട്ടുള്ള എഞ്ചിനീയറിംഗ് ചലഞ്ചസ് ഇന്ത്യയിൽ അഡ്രസ്സ് ചെയ്യുക, അതുപോലെ തന്നെ 10 കീ ഡൊമൈൻസിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇംപ്രിന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റിംഗ് റിസർച്ച്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ്. ഡിജി ലോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേരിയസ് ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ലഭിക്കുക എന്നുള്ളതാണ് ഡിജി ലോക്കർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. അതായത് ഈ നമുക്ക് വേരിയസ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ മറ്റ് സർട്ടിഫിക്കറ്റ്സും ഒക്കെ ഈ ഡിജിറ്റൽ വേയിൽ നമുക്ക് വെരിഫൈ ചെയ്യാനും അതിൽ കിട്ടുന്നതാണ്, നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഡിജി ലോക്കർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഇന്ത്യയുടെ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്. ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി എന്നീ 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് അച്ചീവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ അസസ് ചെയ്യാം എന്നുള്ളതാണ്. സോ നമ്മൾ ICTയിലെ 5 ക്വസ്റ്റ്യൻസും കണ്ടു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന സെക്ഷനിലെയാണ്. Based on the source of their food, organisms occupy a specific place in the food chain known as. അതായത് സോഴ്സസ് ഓഫ് അവരുടെ ആ ഫുഡിൻ്റെ സോഴ്സ് അനുസരിച്ച് ഓരോ ഓർഗനിസം ഒരു സ്പെസിഫിക് പ്ലേസ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട് ഫുഡ് ചെയിനിൽ. അതിന് നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രോപ്പിക് ലെവൽ, സ്റ്റാൻഡിങ് ക്രോപ്പ്, ടോപ്പ് ലെവൽ ഓർഗനിസം, സ്പീഷ്യസ് ലെവൽ. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്, ട്രോപ്പിക് ലെവലാണ്. ഒരു ഓർഗനിസത്തിൻ്റെ ട്രോപ്പിക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വെബിലുള്ള അതിൻ്റെ സ്ഥാനമാണ്. ഫുഡ് ചെയിനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് ഓരോരോ പൊസിഷൻ ഉണ്ടല്ലോ നമുക്ക്, അതാണ് കാണിക്കുന്നത്. അതായത് ട്രോപ്പിക് ലെവലിൽ 1 വരുന്ന പ്രൈമറി പ്രൊഡ്യൂസേഴ്സാണ്, പ്ലാന്റ്സ് അങ്ങനെയുള്ളവരൊക്കെയാണ്. ഇനി ഹെർബിവോറസ് ഒക്കെ ലെവൽ 2 വരും, കാർണിവോറസ് ലെവൽ 3 വരും. അതുപോലെ തന്നെ ഈ അപ്പെക്സ് പ്രെഡേറ്റർ ഉണ്ടല്ലോ ഫിനിഷ് ചെയ്യുന്ന, അവർ ലെവൽ 4, 5 ഒക്കെ ആയിട്ട് വരും. സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ടൈമിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ വരുന്ന ആ ഒരു മൊത്തം ലിവിങ് ഓർഗാനിസം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. അത് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ വരും. അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ലിവിങ് മാറ്റർ ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ടോട്ടൽ എമൗണ്ടിനാണ് നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. ടോപ്പ് ലെവൽ ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് ചെയിനിൽ അല്ലെങ്കിൽ ഫുഡ് വെബിൽ അപ്പെക്സ് പ്രിഡേറ്റർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ടോപ്പ് ലെവൽ ഓർഗാനിസം എന്ന് പറയുന്നത്. ഇത് കാർണിവോഴ്സ് ആയിട്ടുള്ള അതായത് അവരെ മറ്റ് ജീവികൾ ആക്രമിക്കില്ല, ഇരയാക്കില്ല, അങ്ങനെയുള്ള ആനിമൽസ്, അത് അതിനാണ് അപ്പെക്സ് പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് ടോപ്പ് ലെവൽ ഓർഗാനിസം എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിക് യൂണിറ്റിനാണ് നമ്മൾ സ്പീഷ്യസ് ലെവൽ എന്ന് പറയുന്നത്.
ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഈ സ്പീഷ്യസ് ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹോമോസാപ്പിയൻസ് മനുഷ്യന്മാർക്ക് പറയുന്നത്, പന്തേര ടൈഗ്രീസ് ഇതൊക്കെയാണ് ഈ സ്പീഷ്യസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി എയർ പൊല്യൂട്ടൻറ്റ്? പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ് അല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. CO, NO, O3, SO2 എന്നിവയാണ് തന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് O3 ആണ്. ഓസോൺ ഒരു സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ്റെ ഫലമായിട്ടാണ് ഇതുണ്ടാകുന്നത്. ഇത് സൺലൈറ്റിലെ NOxൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ഫലമായിട്ടാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൈമറിലി ഇമ്പോർട്ടൻ്റ് അല്ല, അതായത് പ്രൈമറി പൊല്യൂട്ടൻ്റ് അല്ല. കാർബൺ മോണോക്സൈഡ് CO, സൾഫർ ഡയോക്സൈഡ് SO2, നൈട്രജൻ ഓക്സൈഡ് NOx, പാർട്ടിക്കുലേറ്റ് മാറ്റർ, വോൾട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് VOCs, ഹൈഡ്രോ കാർബൺസ് ലെഡ് PB എന്നിവയെല്ലാമാണ് പ്രൈമറി പൊല്യൂട്ടൻസിൻ്റെ അകത്ത് വരുന്നത്. സെക്കൻഡറി പൊല്യൂട്ടൻസ് ഫോം ചെയ്യുന്നത് ഈ പ്രൈമറി പൊല്യൂട്ടൻസ് റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ സെക്കൻഡറി പൊല്യൂട്ടൻ എന്ന് പറയുന്നത്. ഓസോൺ ഒരു സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഗ്യാസസ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഗ്യാസസിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. CO2, CH4, SF6, CFC11, N2O. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് CO2, N2O, CH4, CFC11, SF6 എന്നതാണ് ഇതിൻ്റെ അസെൻഡിങ് ഓർഡർ അനുസരിച്ച് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമോങ് ദ ഫോളോയിങ് ആർ ഗ്ലോബൽ സ്കെയിൽ ഫിനോമിന? താഴെ കൊടുത്തിരിക്കുന്ന ഗ്ലോബൽ സ്കെയിൽ ഫിനോമിനയിൽ വരുന്ന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓസോൺ ലെയർ ഡിപ്ലഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഫോറസ്റ്റ് ഫയർ, സീ ലെവൽ റൈസ്, എയർ പൊല്യൂഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് ഓസോൺ ലെയർ ഡിപ്ലഷൻ, ഗ്ലോബൽ വാർമിംഗ്, സീ ലെവൽ റൈസ് എന്നിവയാണ് ഗ്ലോബൽ സ്കെയിൽ ഫിനോമിനയായിട്ട് വരുന്നത്. ഫോറസ്റ്റ് ഫയർ ഒരു കുറച്ച് സ്ഥലത്തൊക്കെയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ ആണെങ്കിലും ഒരു ലിമിറ്റഡ് ഏരിയയിലോട്ടാണ് പൊല്യൂഷൻ വരുന്നുള്ളൂ. പക്ഷേ ഗ്ലോബൽ ലെവലിലോട്ട് വരുമ്പോൾ ഓസോൺ ലെയർ, ഗ്ലോബൽ വാർമിങ്, സീ ലെവൽ റൈസ് ഇതെല്ലാം ലോകാന്തരമായിട്ട് വരുന്ന ഗ്ലോബൽ ലെവലിൽ വരുന്ന ഫിനോമിനാസ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഈ ഒരു പോർഷനിൽ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിച്ചിരിക്കും. സോ അതുകൊണ്ട് ഇത് 4ഉം എന്താണെന്ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ലിസ്റ്റ് 1 ഇൻ്റർനാഷണൽ മീറ്റിംഗ്സ്, ലിസ്റ്റ് 2 അതിൻ്റെ കീ ഒബ്ജക്റ്റീവ്സും ആണ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ, മോൺട്രിയൽ പ്രോട്ടോക്കോൾ, റിയോ സബ്മിറ്റ്, പാരീസ് എഗ്രിമെൻറ്റ് എന്നിവയാണ് തന്നിരിക്കുന്നത്. കീ ഒബ്ജക്റ്റീവ് ഗ്ലോബൽ വാർമിംഗ്, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ഓസോൺ ഡിപ്ലഷൻ, സോളാർ അലയൻസ് എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് ക്യോട്ടോ പ്രോട്ടോക്കോൾ ഗ്ലോബൽ വാർമിംഗ്, മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ ഡിപ്ലഷൻ, റിയോ സബ്മിറ്റ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് പാരീസ് എഗ്രിമെൻറ്റ് സോളാർ അലയൻസ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ്. അതായത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് 1997 അഡോപ്റ്റ് ചെയ്തെങ്കിലും കെയിം ഇൻറ്റു ഫോഴ്സ് ആയത് 2005 ഇത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നതിനെ ബേസ് ചെയ്താണ് പോകുന്നത്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ്. ഓസോൺ ഡിപ്ലറ്റിംഗ് സബ്സ്റ്റൻസ് ODS ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1987 ഇത് അഡോപ്റ്റ് ചെയ്തത്. റിയോ സബ്മിറ്റ് അല്ലെങ്കിൽ എർത്ത് സബ്മിറ്റ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിനെയാണ്. അത് 1992 ഹെൽഡ് ചെയ്ത് റിയോ ഡി ജനീറോ ബ്രസീലിൽ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പാരീസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ലീഗലി ബൈൻഡിങ് ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ്. 2015 അഡോപ്റ്റ് ചെയ്ത്. ഈ ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് ഒരു 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ലോഞ്ച് ചെയ്തത് COP21 പാരീസിൽ വെച്ചിട്ടാണ്. സോളാർ എനർജി പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ എനർജി ആക്സസിനും ക്ലൈമറ്റ് ചേഞ്ചിനും സസ്റ്റൈനബിൾ സൊല്യൂഷൻ കൊടുക്കുക, പാരീസ് എഗ്രിമെൻ്റ് ഗോൾസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതെല്ലാമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്